ഇന്ത്യയുടെ വ്യോമയാന പ്രതിരോധ ചരിത്രത്തിൽ സുവർണ ലിപികളാൽ എഴുതപ്പെടേണ്ട ഒരു ദിവസമായിരുന്നു കടന്നുപോയത്. ഇന്ത്യയിൽ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യത്തെ സൈനിക ഗതാഗത വിമാനമായ എയർബസ് C-295 വിജയകരമായി അതിൻ്റെ കന്നി പരീക്ഷണ പറക്കൽ പൂർത്തിയാക്കി. വഡോദരയിലെ ടാറ്റ എയർബസ് ഫൈനൽ അസംബ്ലി ലൈനിൽ നിന്നും ആകാശത്തേക്ക് ഉയർന്ന ആ വിമാനം ഭാരതത്തിൻ്റെ ആത്മനിർഭർ ഭാരത് എന്ന സ്വപ്നത്തിൻ്റെ ചിറകിലേറിയുള്ള കുതിപ്പാണ് ലോകത്തിന് കാട്ടിക്കൊടുത്തത്. ചരിത്രപരമായ നാഴികക്കല്ലിൻ്റെ പിന്നിലെ കഥ അത്ര ലളിതമല്ല. പ്രതിരോധ മേഖലയിൽ സ്വയം പര്യാപ്തത കൈവരിക്കുക എന്ന ലക്ഷ്യത്തോടെ വലിയൊരു സ്വപ്നമാണ് ഇതിലൂടെ യാഥാർത്ഥ്യമാകുന്നത്. ഇന്ത്യയിൽ ഒരു സൈനിക വിമാനം നിർമ്മിക്കുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമായിരുന്നില്ല. എയർബസ് ഡിഫൻസ് ആൻഡ് സ്പേസും ടാറ്റ അഡ്വാൻസ് സിസ്റ്റംസ് തമ്മിലുള്ള തന്ത്രപരമായ പങ്കാളിത്തമാണ് ഇതിന് വഴിയൊരുക്കിയത്. ആകെ 86 വിമാനങ്ങളാണ് ഇന്ത്യൻ വ്യോമസേനയ്ക്കായി ഇന്ത്യ വാങ്ങുക. ഇതിൽ ആദ്യത്തെ 16 സ്പെയിനിലെ സെവില്ലയിൽ നിന്നുമാണ് നിർമ്മിച്ചത്. അതിൽ പലതും ഇതിനോടകം തന്നെ വ്യോമസേനയ്ക്ക് ലഭിക്കുകയും സേവനത്തിൽ പ്രവേശിക്കുകയും ചെയ്തു. എന്നാൽ വഡോദരയിലെ ഫാക്ടറിയിൽ നിന്നും പുറത്തിറങ്ങുന്ന ഈ വിമാനം 40 വിമാനങ്ങൾ ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കാനുള്ള വലിയ പദ്ധതിയുടെ തുടക്കമാണ്. ഇത് വെറുമൊരു നിർമ്മാണ പ്രക്രിയയല്ല, മറിച്ച് ഇന്ത്യയുടെ വ്യോമയാന മേഖലയിലുടനീളം ഒരു പുതിയ വ്യവസായ സംസ്കാരം കെട്ടിപ്പടുക്കാനുള്ള തുടക്കമാണ്. രാജ്യത്തെ നൂറുകണക്കിന് ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ ഈ വിമാനത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ നിർമ്മിക്കാൻ പങ്കാളികളാകുന്നുണ്ട്. ഇത് ഇന്ത്യയെ ഭാവിയിൽ ആഗോളതലത്തിൽ വിമാന നിർമ്മാണത്തിൻ്റെ ഹബ്ബാക്കി മാറ്റുമെന്നതിൽ സംശയമില്ല. ഇനി ഈ വിമാനത്തിൻ്റെ പ്രത്യേകതകളിലേക്ക് വന്നാൽ, ആധുനിക യുദ്ധതന്ത്രങ്ങളിൽ നിർണായകമായ പങ്ക് വഹിക്കാൻ C-295 വിമാനങ്ങൾക്ക് സാധിക്കും. ഇന്ത്യൻ വ്യോമസേനയുടെ കൈവശമുള്ള പഴയ ആവ്രോ 748 വിമാനങ്ങൾക്ക് പകരമായിട്ടാണ് ഇവയെത്തുക. അതീവ ശേഷിയുള്ള ഈ വിമാനങ്ങൾക്ക് വളരെ ചെറിയതും പരുക്കൻ നിലവാരത്തിലുള്ളതുമായ റൺവേകളിൽ പോലും സുരക്ഷിതമായി ഇറങ്ങാനും ഉയരാനും സാധിക്കും. ഇത് യുദ്ധഭൂമിയിലും അതീവ ദുഷ്കരമായ ഹിമാലയൻ മലനിരകളിലും സൈനികർക്ക് ഏറെ സഹായകരമാണ്. ഒരേ സമയം 71 സൈനികരെയോ അല്ലെങ്കിൽ 50 പാരച്യൂട്ടുകാരെയോ വഹിക്കാൻ ഈ വിമാനത്തിന് ശേഷിയുണ്ട്. ചരക്ക് നീക്കത്തിനും ദീർഘദൂര സൈനിക വിന്യാസത്തിനും ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്കും ഇവ ഒരുപോലെ തന്നെ മികച്ചതാണ്. ഏകദേശം 21,935 കോടി രൂപയുടെ ബൃഹത്തായ കരാർ ഇന്ത്യയുടെ പ്രതിരോധ മേഖലയിലെ നിർണായകമായ ഒരു ചുവടുവയ്പ്പാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. ഇറക്കുമതിയെ മാത്രം ആശ്രയിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്നും സ്വന്തമായി നിർമ്മിക്കുകയും ലോകത്തിന് നൽകുകയും ചെയ്യുന്ന ഒരു രാജ്യമായി ഇന്ത്യ മാറുകയാണ്. സെപ്റ്റംബർ മാസത്തോടെ ഈ വിമാനം വ്യോമസേനയുടെ ഔദ്യോഗിക ഭാഗമാകും. ഒരു സ്വകാര്യ കമ്പനി നിർമ്മിച്ച സൈനിക വിമാനം വ്യോമസേനയുടെ ഭാഗമാകുന്നത് ഇന്ത്യയുടെ സാങ്കേതികമായ വളർച്ചയുടെ വലിയൊരു അടയാളമാണ്.